ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറുമുറ കടിക്കുന്ന ഒരു ഉപ്പേരിയായാലോ. വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഇന്നത്തെ താരം ആരാ? നമ്മുടെ ഏത്തക്കയാണ് ഇന്നത്തെ താരം. കണ്ടല്ലോ, തൊലിയൊക്കെ പൊളിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന കണ്ടല്ലോ ഏത്തക്ക. ഇതാരാ ഇന്ന് പൊളിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് ഫ്രണ്ട്സ് ഇന്ന് ഏത്തക്കയൊക്കെ തൊലി പൊളിക്കുന്നത്. അങ്ങനെ ഏത്തക്കയൊക്കെ പൊളിച്ച് വെള്ളത്തിലോട്ട് കഴുകിയെടുക്കണം ഫ്രണ്ട്സ്. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു ക്ഷീണമായി. എന്നാലും കട്ടൻ കാപ്പി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ റെഡിയായി. അടിപൊളി കട്ടൻ കാപ്പിയാണ് ഫ്രണ്ട്സ്. അതെല്ലാം കുടിച്ച് പുള്ളിക്കൊന്ന് ക്ഷീണം മാറി വീണ്ടും എനർജറ്റിക്കായിട്ട് ഏത്തക്കയൊക്കെ പൊളിക്കാൻ തുടങ്ങിയ ഫ്രണ്ട്സ്. അങ്ങനെ കണ്ടില്ലേ, കുട്ടപ്പനായിരിക്കുന്ന ഏത്തക്ക കഴുകി വൃത്തിയാക്കി നമുക്ക് അരിയാൻ തുടങ്ങാം. നല്ല കനം കുറച്ച് വേണം അരിയണം ഫ്രണ്ട്സ്. അല്ലാതെ കനത്തിൽ അരിഞ്ഞ് കളയരുത് ഫ്രണ്ട്സ്, പിന്നെ അത് മൂക്കാൻ ഒത്തിരി താമസമാകും. അങ്ങനെ കനം കുറച്ച് നല്ല അടിപൊളി കുട്ടപ്പനായിരിക്കുന്ന ഏത്തക്ക കണ്ടില്ലയോ. ഈ നമുക്കിത് നാടൻ സ്റ്റൈലിൽ വറുത്തെടുത്താലോ ഫ്രണ്ട്സ്. അപ്പോൾ അടുപ്പ് അങ്ങോട്ട് കത്തിക്കുക, ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വയ്ക്കുക. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാകുമ്പോൾ ഈ കായ അങ്ങോട്ട് വെതറിയിട്ട് കൊടുക്കണം. അല്ലാതെ എല്ലാം കൂടെ കൂന കൂടിയിടരുത്, അതെല്ലാം കൂടെ പെട്ട കൂടിയിരിക്കും. കണ്ടില്ലയോ, അങ്ങോട്ട് വെതറിയിട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടില്ലയോ, എണ്ണ ചൂടായപ്പം ആ കായെല്ലാം കൂടെ മൂത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പി വെച്ച് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി വിട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊന്നും പെട്ട കൂടാതെ നല്ല ഒന്നോടൊന്ന് മാറി കിടക്കും ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഏത്തക്ക ഉപ്പേരി മൂത്ത് റെഡിയാകാറായി ഫ്രണ്ട്സ്. ഇനി വാങ്ങാറാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചാലോ, ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി 1-2 സ്പൂൺ ഉപ്പുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു ഗിളുഗിളുകളാകുന്നൊരു ശബ്ദം വരും ഫ്രണ്ട്സ്. പേടിച്ച് പോകരുത്, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഏത്തക്ക ഉപ്പേരി റെഡിയായിരിക്കുന്നു ഫ്രണ്ട്സ്. ഇത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ അടിപൊളി ഏത്തക്ക ഉപ്പേരി റെഡിയായിരിക്കുന്നു. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല നല്ല ഉപ്പേരിയാണ് ഫ്രണ്ട്സ്. മഴ സമയത്ത് കടിക്കാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ അടുത്ത ട്രിപ്പ് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.